ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. ഹീറോ ഒരു മുസ്ലിം ഗേളാണ്. അങ്ങനെ കൊണ്ട് ഇന്ത്യയിലാണ് ഹീറോയിൻ കോളേജ് പഠിക്കുകയാണ്. ഫസ്റ്റ് ഇയർ കോളേജാണ്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മോമിൻ്റെ ഡാഡിനോട് ജോലിയായിട്ട് പറയാൻ തുടങ്ങി. മാ, ഞാൻ കോളേജിൽ പോവാം. എന്തടി പറയണേക്ക്, എനിക്ക് ലേറ്റായി, കോളേജിൽ പോയില്ല. ടീച്ചർ മാം ഭയങ്കര ടോർച്ചറാണ്. ഹീറോയിൻ്റെ മമ്മിയോട് പറയായിരുന്നു ഹീറോയിൻ. ശരിടി, നീ പോയിക്കോ. പാപ്പ പറഞ്ഞാൽ നീ ബോയ്സോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല, മനസ്സിലായ? ആൺകുട്ടികളോട് അത്ര ക്ലോസ് ഇരിക്കാൻ പാടില്ല. ശരിയമ്മ. അങ്ങനെ ഹീറോയി അവിടുന്ന് ഇങ്ങനെ ബുർക്ക ഇട്ടിട്ട് കണ്ണുക്കളിട്ട് മാസ്ക് ഇട്ടായിരുന്നു ഹീറോയി. അതുകൊണ്ട് കോളേജിൽ പോകാൻ തുടങ്ങിയായിരുന്നു. കോളേജിൽ എല്ലാ ബോയ്സ് പറയാൻ തുടങ്ങി, ഇവള് ബുർക്കയിടായിരുന്നു, ഇവളെ ഒന്നും കാട്ടുന്നില്ല. കോളേജിൽ അങ്ങനെയായിട്ട് സീനിയേഴ്സ് ബോയ്സ് പറയായിരുന്നു. ഹീറോയി പഠിക്കുമ്പോൾ മാത്രം കണ്ണിരിക്കുക. അവളെ ക്ലാസ്സിൽ പഠിക്കുന്ന ബോയ്സ് പറയും, വാവ്, ഇവള് ക്യൂട്ടായിട്ടുണ്ടല്ലേ. അതെ അങ്ങനെയായിട്ട് പറയായിരുന്നു, സംസാരിക്കുക. അതെടാ, അവൻ പ്രപ്പോസ് ചെയ്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായില്ലല്ലേ ആദി പ്രപ്പോസ് ചെയ്തായിരുന്നു. അതുകൾ റിജക്റ്റ് ചെയ്തു. എന്താ റിജക്റ്റ് ചെയ്തോ? അതേടാ, ഇവൾക്ക് പ്രപ്പോസ് ചെയ്തതിന് ഇവൾക്ക് ഓൾറെഡി എൻഗേജ്മെൻ്റ് ആയിരുന്നു പറഞ്ഞായിരുന്നു. എന്ത് എൻഗേജ്മെൻ്റ് ആയിരുന്നാ? അതേടാ അവൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് എൻഗേജ്മെൻ്റ് ആയിരുന്നു, ഇനിമേൽ അതിൻ്റെ പുറകിൽ നടക്കണ്ട, സോറി എന്ന് പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, എൻഗേജ്മെൻ്റ് ആയിരുന്നു. അതിന് കണ്ട് അവൾ കാലത്തിലൊരു മാല ഉണ്ടായിരുന്നു, അതാണ് എൻഗേജ്മെൻറ്റിൽ ഇടുന്നത്. അങ്ങനെയാണോ? അതെ അവളെ പുറകിൽ അമ്മ ഒന്നും പോകാൻ പാടില്ല. ആ ബോയ്സ് എല്ലാവരും പറഞ്ഞ് ഹീറോയ്ക്ക് കാതിൽ ഇത് കേൾക്കാൻ തുടങ്ങിയായിരുന്നു. അതെ, എല്ലാവരും എന്താ എന്നെ നോക്കുന്നത്? എൻ്റെ പേര് ആയിഷ, ഫസ്റ്റ് ഇയർ കോളേജ് പഠിക്കുക. ബോറിങ് ലൈഫ്, എന്ത് പറഞ്ഞിട്ട് കാര്യമുണ്ട്? എനിക്ക് എൻഗേജ്മെൻ്റായി. എനിക്ക് എൻഗേജ്മെൻ്റ് ഇഷ്ടമില്ലായിരുന്നു. ഞാനൊരു ഫാൻ ഗേൾ, ആർമി ഗേൾ. എനിക്ക് BTS മെമ്പർ ഒത്തിരി ഇഷ്ടമാണ്. അതുമാത്രമല്ല, ഒരു ക്രഷാണ്. ഞാൻ സീക്രട്ടായിട്ട് അവരെ നോക്കുക, വീഡിയോസ് എല്ലാം. പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് മാരേജിൽ എങ്ങനെ തപ്പിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ എന്ത് ഏത് ചെയ്യുന്നു എനിക്കൊന്നും അറിയില്ല. അങ്ങനെ ഹീറോ സാഡായിട്ട് പറയായിരുന്നു. ഇവളാണ് എൻ്റെ ഫ്രണ്ട് റോസി പറയാ, എടി ഇത്തിരി നേരം ലേറ്റായി, നീ ആരോട് സംസാരിക്കുക? ഇല്ലടി. അങ്ങനെയായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ട് ഹീറോ എവിടെ നിന്ന് പോയി. ആയിഷ പറയാൻ തുടങ്ങി. റോസി പറയാ, എടി എനിക്ക് ഡാഡി ഞാൻ പറഞ്ഞത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സത്യമാണോ? അതെ, ഞാൻ BTS മെമ്പർ ഇന്ത്യക്ക് വരാൻ പോവാ. ഹീറോ ഷാക്കായി. ഇന്ത്യക്ക് വരാം? അതെ ഇന്ത്യക്ക് വരാൻ പോവാ. അവർ 7 പേര് വരാൻ പോവാ. ഇതുകൊണ്ട് ഹീറോയിനോട് പറയുന്നത്. ഹീറോ സ്മൈൽ ചെയ്യാൻ തുടങ്ങി. നിനക്ക് മാത്രം വരാൻ പറ്റില്ലല്ലോടി. ഹീറോ സാഡായിട്ട് പറയാൻ തുടങ്ങി. അതെടി, നീ മാത്രം പോയിട്ട് വാ, എനിക്ക് വരാൻ പറ്റില്ല എന്ന് ഹീറോ സാഡായിട്ട് പറയാൻ തുടങ്ങി. സാരില്ലടി. അതെ, റോസി കുറച്ച് റിച്ച് പറഞ്ഞ റോസിൻ്റെ ഡാഡി ഒരു ഹോം മിനിസ്റ്ററാണ്. ഹോം മിനിസ്റ്ററിൻ്റെ മോളാണ് റോസി. അതെ, റോസിക്ക് നാല് ചേച്ചി, 2 ചേച്ചിയും 2 ചേട്ടനും. വലിയത് ചേട്ടന്മാരാണ്. അങ്ങനെയായിട്ട് റോസി ചെറിയതാണ്. റോസി പറയാൻ, നീ ടെൻഷൻ ഉണ്ടാക്കണ്ട, എൻ്റെ ഡാഡി ഹോം മിനിസ്റ്റർ. എൻ്റെ ഡാഡിൻ്റെ ചോദിക്കാം. വേണ്ട റോസി, വരുന്ന ദിവസം ഞങ്ങൾ ഞങ്ങൾ പാർക്ക് പോകുന്നത് എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ട് പോയാൽ ഓർമ്മ ഉണ്ടോ റോസി? അതടി, എൻ്റെ ഡാഡി കണ്ടുപിടിക്കും. ചെറുടി, സാരില്ല. അങ്ങനെ ഹീറോ ഇങ്ങനെ കോളേജ് കളിക്ക് വരുമ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ട് വരുമ്പോൾ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക്, റോസി അവിടെ നോക്കടി, അയാൾ ഈ നാട്ടിൽ തേവരല്ലോ, വാ നമുക്ക് പോയിട്ട് നോക്കാം. റോസി വിളിച്ചോണ്ട് വന്ന്, ഹലോ സ്കിമി സാർ. സ്കിമ്മ, നിങ്ങൾ എവിടേക്ക് പോവാ? ഇങ്ങനെ ഇവിടെ കൊറിയൻ മാതിരി ഉണ്ടല്ലോ. ഇങ്ങനെ ഹീറോ ഇംഗ്ലീഷിൽ ചോദിച്ചായിരുന്നു. കൊറിയൻ ആയിരുന്നു അവർ. അത് BTS മെമ്പറിൻ്റെ ഗ്രാൻഡ് പാ ആയിരുന്നു. എന്ത് പറ്റി? ഇല്ല സാർ, നിങ്ങൾക്ക് എവിടേക്കാണ് പോകണം? അങ്ങനെ ഹീറോയിൻ ചോദിച്ചായിരുന്നു. അതുകൊണ്ട് നടന്ന കാര്യം അവർ പറഞ്ഞിരുന്നു. എനിക്കിവിടെ ടയർഡായിരുന്നു, കുറച്ച് തലവേദനയായിരുന്നു, ഓട്ടർ ഉണ്ടായിരുന്നേരം പറ്റൂ കുട്ടി എന്നെ ചോദിച്ചായിരുന്നു. ഹീറോയിൻ ബോട്ടിൽ ചൂടുവെള്ളം ഉണ്ടായിരുന്നു, അത് കൊടുത്ത് താങ്ക്സ് മാ എന്ന് പറഞ്ഞു. എന്നോട് ഇങ്ങനെയായിട്ട് പറഞ്ഞായിരുന്നു. ഇപ്പോൾ കുറച്ച് എന്നെ അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാൻ പറ്റും പറഞ്ഞു. അങ്ങനെ ഹീറോയെ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്തു. താങ്ക്സ് മാ. അങ്ങനെ ആ കാറിൽ, വലിയ കാറാണല്ലോ അതെ റോസി പറയായിരുന്നു. ശരിടി, നമുക്ക് പോവാം. കോളേജിലേക്ക് പോയി. ഗ്രാൻഡ് ബാക്ക് ഹീറോയിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല കുട്ടികളാണ്. സ്കൂട്ടറിൽ പോകായിരുന്നു. സ്കൂട്ടറിൽ BTS സ്റ്റിക്കേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു.
ആർമീസാണോ? ശരി ശരി. അങ്ങനെ ഗ്രാൻഡ് പ സ്മൈൽ ചെയ്തായിരുന്നു. അങ്ങനെ ആ ഷൂട്ടർ നമ്പർ ഫോട്ടോ എടുത്തു. ശരി ഇതാരാന്ന് കണ്ടുപിടിച്ചെന്ന് പറയൂ. അങ്ങനെ ഗ്രാൻഡ് പ ഒരാളോട് അയച്ചു. ശരി ഓക്കെ. ഗ്രാൻഡ് പക്ക് ഇവിടെ ഉള്ളത് കുറച്ച് അറിയായിരുന്നു. അങ്ങനെ ഗ്രാൻഡ് പനോട് കണ്ടുപിടിച്ച് പറഞ്ഞു സ്കൂട്ടറിലെ ഓണറുടെ ഫോട്ടോസ് വന്നത്. അത് ഹീറോയിൻ്റെ സ്കൂട്ടിയാണ്. ശരി ഓക്കെ. ഇവളെ ഫോളോ ചെയ്ത് എനിക്ക് ഡീറ്റെയിൽസ് അറിയണം. അങ്ങനെ ഡ്രൈവർ 2 കാറുണ്ടായിരുന്നു. അതിൽ ഡ്രൈവർ ഹീറോയിനെ ഫോളോ ചെയ്തായിരുന്നു. ഹീറോയിൻ വീട്ടിലേക്ക് പോയി. ഇങ്ങനെ വീട്ടിൽ പോയൊക്കെ പറയുന്നതിൽ കേട്ടായിരുന്നു. അവർ കൂടെ ഒരു ട്രാൻസ്ലേറ്ററുണ്ടായിരുന്നു. അതെ ഇവിടെ മലയാളം സംസാരിക്കുന്നത് ട്രാൻസ്ഫർ അവർക്ക് ഇംഗ്ലീഷുകാർ ട്രാൻസ്ഫർ ആയിട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. അത് കാരണം ഗ്രാൻഡ് പേരോട് പറയാൻ തുടങ്ങി. ഓ ഇതാണ് പ്രശ്നം. അങ്ങനെ കുറച്ച് ഡേയ്സ് പോയി. ഗ്രാൻഡ് പ ഇവിടെ നിന്നിരുന്നു ഹീറോയിനെ ശ്രദ്ധിച്ച് പറയായിരുന്നു. ഗ്രാൻഡ് പ പറഞ്ഞു അപ്പോൾ ഈ ഡിസംബർ പാട്ട് സോങ്സ് എല്ലാം കഴിഞ്ഞ് അവർ കൊറിയൊക്കെ പോയി. ഗ്രാൻഡ് പം കൂടെ പോയിരുന്നു. ഒരു സെക്രട്ടറിനോട് വെച്ച് പോയിരുന്നു. ഗ്രാൻഡ് പക്ക് കോൾ ചെയ്ത് പറയാൻ തുടങ്ങി. സാർ എന്ത് പറ്റി? നമുക്ക് മാരേജ് ചെയ്യാൻ പോവാം. എന്ത് മാരേജാ? അതെ അതെ ഇന്ന് മാരേജ് നടക്കാൻ പോവാണ് എന്ന് ഗ്രാൻഡ് പാനോട് പറഞ്ഞു. എപ്പോൾ നടക്കാൻ പോകുന്നത്? ഇന്ന് ഈ താരിഖേക്ക് അവൾക്ക് മാരേജ് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഡേറ്റ് പറഞ്ഞു. ഗ്രാൻഡ് പക്ക് ഷോക്കായി. എടാ എടാ ഇങ്ങനെ സെക്രട്ടറിയോട് പറഞ്ഞു. ഗ്രാൻഡ് പ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇന്ത്യക്ക് വന്നു. അങ്ങനെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞു ഹീറോയ്ക്ക് മാരേജ് നടക്കാൻ പോകുന്നു. മാരേജ് ഡേ ഹീറോയ്ക്ക് ഭയങ്കര സാഡായിരുന്നു. ഇങ്ങനെ ഈ മാരേജ് മുടങ്ങി നല്ലുണ്ടായിരുന്നു. എനിക്കിഷ്ടമല്ല. ഇവൻ ഒരുമാതിരിയുള്ള ആളാണ്. അത് മുതൽ എൻ്റെ ഫ്രണ്ടിക്ക് ലവ് ലെറ്റർ കൊടുത്തത് നിറയെ ബുള്ളിങ് ചെയ്യുന്നു. ഇവൻ ടോർച്ചർ ചെയ്യുന്നു. ഹീറോയെ ഭയങ്കര കരയായിരുന്നു. ഹീറോയുടെ ഡാഡിൻ്റെ ബാപ്പാൻ്റെ കൂടെ എതിരിൽ നല്ല ആളുമാർ വേഷം ഇടായിരുന്നു. ഹീറോയ്ക്ക് സാഡായി കരിയായിരുന്നു. മാരേജ് നടക്കാൻ പോയായിരുന്നു. ഹീറോയിനെ അവിടെ കസാലയിലിരുത്തി കൂടെ ഇട്ട് മറച്ച് വെച്ചായിരുന്നു. ഇങ്ങനെ ഒരു പേപ്പർ ഒരാൾക്ക് ഇങ്ങനെ തന്നെ അവിടുത്തെ ഒരാൾ വരാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ മാരേജ് നടക്കാൻ പോകുമ്പോൾ ഹീറോയിൻ്റെ ഇടയിൽ ഈ കസാല ഒരു തുണി ഇട്ട് വിരിച്ചായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് സാഡേ കരിയായിരുന്നു. പോലീസ് വന്നു സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. ഇത് കേട്ട് എല്ലാവരും ഷോക്കായി. ഫെന്ന് കൊടുക്കാൻ പോയായിരുന്നു. സ്റ്റോപ്പായി. അങ്ങനെ പോലീസ് വന്ന് അവനെ പിടിച്ച് കോളർ പിടിച്ച് വാടാ റാസ്കൾ വാടാ ജയിലിൽ വന്ന് കമ്പി എണ്ണെന്ന് അവനെ എടുത്തുകൊണ്ട് പോയി. ഹീറോയിന് ബാപ്പക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഷോക്കായി പോയായിരുന്നു.